പാഠ ഗേൾസ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന അനുമോളുടെ ഫാൻസിന് ഇന്ന് കരയാം. നന്നായിട്ട് അലറി വിളിച്ച് കരഞ്ഞോളൂ നിങ്ങൾ. കാരണം എന്ന് വെച്ചാലേ ശരിക്കും പറഞ്ഞാൽ അനുമോളിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അനുമോൾ കഷ്ടപ്പെട്ട ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അനുമോളിന്റെ ഫാൻസ് PR ആരോ എനിക്കറിയത്തില്ല. നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ മറ്റു ടീമിനകത്തുള്ളവരെ പോയി ഹരാസ് ചെയ്യേ അല്ലെങ്കിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് അനുമോളിനെ അങ്ങ് ഭയങ്കര എന്തോ ഒരു നായികയാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും തറയിൽ കിടക്കുന്നത് പാവം അനുമോൾ ഇത്രയും ഗെയിം കളിച്ച് കഷ്ടപ്പെട്ടൊക്കെ മുന്നോട്ട് വന്നിട്ട് അനുമോൾക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഫാൻസും PR തന്നെയാണ് അനുമോളിനെ ഇത്രയും എന്താ പറയാ ഭയങ്കര ലോ ആക്കി മാറ്റുന്നത്. ഈ പറയുന്ന PR ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സീസണിൽ എല്ലാവർക്കും PR ഉണ്ട്. നമ്മൾ കോമണർ എന്ന് പറയുന്ന അനീഷിന് PR ഇല്ലെന്ന് കരുതരുത്. അനീഷിന്റെ ബ്രദർ പുറത്തുണ്ട്, പുള്ളിക്കാരൻ എന്തായാലും PR ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് PR കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ എനിക്ക് സംശയമായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ എന്തായാലും അനീഷിനും PR ഉണ്ട്. പക്ഷേ ഈ പറയുന്ന അനുമോളുടെ PR മാത്രമേ ഇവിടെ എല്ലാവരും എടുത്ത് തൂക്കുന്നുള്ളൂ. കാരണം എന്തെന്നറിയോ, അനുമോളുടെ PR ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് തലയിട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോയി കമന്റ്സ് ഇട്ട് ഭയങ്കരമായിട്ട് ആദ്യം ആ ശൈത്യയുടെ പേരാണെങ്കിൽ കൂടിയും ബാക്ക് സ്റ്റാബിങ് ചെയ്തു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ശൈത്യക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനായിട്ട് പിന്നെ ഈ അനുമോളുടെ PR പോയി. അപ്പോഴത്തേക്കും ആ PR ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ശൈത്യ ഔട്ടായത് ജിഷിന്റെ പേരിൽ അങ്ങനൊരു മീൻസ് ജിഷൻ ഔട്ടാവാൻ കാരണം അനുമോളുടെ PR ആണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിച്ചത്. അതിനകത്തൊക്കെ സത്യം ഉണ്ടോ കള്ളം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് പോയത്, നമ്മൾ പറയുമല്ലോ പുകയില്ലാതെ തീ ഉണ്ടാവില്ല എന്നൊക്കെ, അത്തരത്തിലുള്ള ആരോപണത്തിലേക്കൊക്കെ പോയതിന്റെ ഒറ്റ കാരണം അകത്തിരിക്കുന്ന അനുമോളല്ല, പുറത്തിരിക്കുന്ന PR ആണ്. അപ്പോൾ ഏതായാലും ശരി, ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ക്യാപ്റ്റൻ ആവാൻ നല്ല യോഗ്യതയുള്ള ആളാണ്. അത് മാത്രമല്ല ഈ ഒരു സീസണിൽ അനുമോളെ തുടക്കം തൊട്ടേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കൊണ്ടും അനുമോൾ ഒറ്റയ്ക്ക് കരഞ്ഞ് നിലവിളിച്ചൊക്കെ പിന്നെ ഇപ്പോഴാണ് സ്ട്രോങ് ആയിട്ട് കരയാതെ മുന്നോട്ട് വന്നത് എന്നുള്ളത് കൊണ്ടും അനുമോൾക്ക് തുടക്കം തൊട്ടേ ക്യാപ്റ്റൻസിയിലേക്ക് അതിന് അടുത്ത് പോലും വരാനുള്ള ഒരു യോഗം ഉണ്ടായില്ല. യോഗ്യത ഉണ്ടായിരുന്നു. കാരണം ഈ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് അനുമോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അനുമോള്. ഈ പറയുന്ന അനീഷിനും ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു തലയ്ക്ക് പിടിച്ച റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അനുമോളും അത്തരത്തിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ അത്തരത്തിലൊരു യോഗം ഇല്ലാതെ പോയൊരു പാവമായിരുന്നു അനുമോള്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വന്ന് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് പോയി ഒനിയിൽ വന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാൻ അനുമോളിനെയും ആദിലേനെയും നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്, ക്യാപ്റ്റൻസിയിൽ നിങ്ങളൊക്കെ വരണം, പുതിയ മുഖങ്ങളൊക്കെ വരട്ടെ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞെല്ലാം സെറ്റായി എല്ലാം വെച്ചപ്പോ ഈ പറയുന്ന ക്യാപ്റ്റൻസിയിലേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് ലക്ഷ്മീനെയാണ്. ആദിലയും നൂറയും, പാട്ട ഗേൾസിനകത്തുള്ള ആദിലയും നൂറയും അവർ രണ്ടും ഭയങ്കര ഗ്രൂപ്പുകളെയാണ്. അതിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ കപ്പിൾസ് ആണ്. അവര് ലക്ഷ്മീനെയും പറഞ്ഞു, പിന്നെ നൂറ ആദിലിനെ പറഞ്ഞു, ആദില നൂറേനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് നല്ല വോട്ട് കിട്ടി. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമായിട്ട് ജിസേലും അനുമോളും വന്നു. അനുമോൾ ആണെങ്കിലോ അനുമോളും കൂടി ആദിലേക്കാണ് വോട്ട് കൊടുത്തത്. സോ ആദിലയും കേറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജിസേലിന് വോട്ട് കൊടുക്കാൻ അനുമോൾ നിന്നു. അനുമോൾ എന്തിനാണ് ജിസേലിന് വോട്ട് കൊടുത്തത്? വേറെ ആരെയും പറയാനില്ലാഞ്ഞിട്ടാണോ? എന്നാ പിന്നെ അനുമോൾക്ക് നൂറേനെയും ആദിലിനെയും കൂടെ അങ്ങ് പറഞ്ഞാൽ പോരെ. ജിസേലിന് വോട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ജിസേല് ഒരൊറ്റ വോട്ടിന്റെ ഡിഫറൻസിൽ അനുമോളെ തള്ളി ജിസേലാണ് ക്യാപ്റ്റൻസിയിൽ കയറിയിരിക്കുന്നത്. ഈ പറയുന്ന നൂറയും ആദിലയും ഓരോ വോട്ട് വീതം ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാളെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ജിസേലിനൊപ്പം ഈക്വൽ ആയിട്ട് അനുമോളും വന്നേനെ. അങ്ങനെയാണെങ്കിൽ ജിസേലും അനുമോളും ഇവരെ രണ്ടുപേരെ ഒന്നുകൂടെ നോമിനേറ്റ് ചെയ്തേനെ. അങ്ങനെ നോമിനേറ്റ് ചെയ്താലും ഇവിടെ എല്ലാവരും ജിസേലിനെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ ഇപ്പം ഈ പറയുന്ന നോമിനേഷൻ മീൻസ് ക്യാപ്റ്റൻസിയിൽ വന്ന് ക്യാപ്റ്റനായി, അടിപൊളി ക്യാപ്റ്റനായിട്ട് ഈ പറഞ്ഞ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊന്നും അല്ല. അനുമോൾ ഇനിയിപ്പോ എവിക്ഷൻ നോമിനേഷനിലൊക്കെ വന്നാലും എന്തൊക്കെയാണെങ്കിലും പക്ഷെ എവിക്റ്റ് ആവാനൊന്നും പോകുന്നില്ല. ടോപ്പ് 5 വരും എന്നുള്ള ഉറപ്പ് എന്തായാലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു ക്യാപ്റ്റൻസി അലങ്കരിക്കാൻ അനുമോൾക്ക് ഒരു യോഗം വേണമായിരുന്നു. അതിനുള്ള യോഗ്യത അനുമോൾക്കുണ്ട് എന്നുള്ള കാര്യമാണ്. ജിസേല്, ആദില ആൻഡ് ലക്ഷ്മി ഇതിനകത്ത് ക്യാപ്റ്റൻസിയിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ അത് അനുമോളെ പറയാതിരിക്കാൻ നൂറയും ആദിലയും കാണിച്ച ഒരു മിടുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലക്ഷ്മീനെ കൊള്ളാം, നല്ല രീതിയിൽ തന്നെ അവരെ ടാസ്ക് ചെയ്തു. പക്ഷെ ഈ ഞാൻ പറഞ്ഞു വന്നത് തുടക്കം തന്നെ ഞാൻ പറഞ്ഞത്
അനുമോളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന PR ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞ പാട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് ആദില നൂറ സപ്പോർട്ട് കൊടുത്ത് പോകുന്നത്. അനുമോളുടെ ഫാൻസിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ആദിലയും നൂറയും സത്യം പറഞ്ഞാൽ എന്നേ ഒരാൾ ഔട്ടായേനെയായിരുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഏതായാലും ശരി, ആദിലയും നൂറയും നല്ല ഗെയിമേഴ്സ് ആണ്. അനുമോളുടെ കൂടെ സപ്പോർട്ട് കിട്ടിയിട്ടാണെങ്കിലും അവരവിടെ നിലനിൽക്കുന്നത് നല്ല കാര്യമാണ്. കാരണം സമൂഹത്തിൽ എന്തായാലും ഈ രണ്ട് കുട്ടികൾക്ക് നല്ല അക്സെപ്റ്റൻസ് ഒന്നും ഇല്ല. അവർക്ക് വലിയ ഫാൻസ് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള പേടി അവർക്ക് തുടക്കം തൊട്ടേ ഉണ്ട്. അവരെ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ പറഞ്ഞ ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും എല്ലാ മത്സരാർത്ഥികളുടെയും പേരൻസ് വന്നു, വീട്ടുകാരൊക്കെ വന്നപ്പോൾ അവർക്ക് കിട്ടിയ കോൺഫിഡൻസ് അതേ അളവിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കോൺഫിഡൻസ് കിട്ടിയ രണ്ടുപേര് കൂടിയാണ് ആദിലയും നൂറയും. സോ ഞാൻ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, കാരണം എനിക്കും അവരെ ഇഷ്ടമാണ്. ഏതായാലും ശരി, അവരും ആ പറയുന്ന കോൺഫിഡൻസ് കിട്ടി അടുത്തൊരു ലെവലിലേക്ക് നന്നായിട്ട് തന്നെ ഗെയിം കളിക്കാൻ പോകട്ടെ. ഏതായാലും ആദില ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ജയിക്കുകയാണെങ്കിൽ നോമിനേഷൻ ഫ്രീ, അതായത് എവിക്ഷനിൽ നോമിനേഷനിൽ വരാതിരിക്കും. അങ്ങനെയാണെങ്കിൽ നൂറ എന്തായാലും സേവ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു 50 ദിവസം 60 ദിവസം ഒക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള 40 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമാണ്. ഇതിനകത്ത് ഈ പറയുന്ന അനുമോളുടെ അല്ലെങ്കിൽ അനുമോള്, ജിസേല്, ആര്യൻ, ഇവരൊക്കെ ആര്യനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഔട്ടാവും. ഏറ്റവും ലീസ്റ്റ് വോട്ടിങ്ങിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ കണ്ടോ ഗ്രാഫ് കയറിയത്. അതുകൊണ്ട് തന്നെ ഈ റിയൽ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, ബിഗ് ബോസിന്റെ റിയൽ ഓഡിയൻസ്, അവര് ശരിക്കും പറഞ്ഞാൽ ഒരാളെ മാത്രം തുടക്കം തൊട്ടേ പിടിച്ചോണ്ടിരിക്കത്തില്ല. ആര്യൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ആര്യന് വോട്ട് കൊടുക്കും. ആര്യന്റെ ഗെയിം ഒന്ന് താഴോട്ട് പോയി, ആര്യൻ കുറച്ച് മിസ്ബിഹേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആര്യന്റെ ഗ്രാഫ് താഴോട്ട് പോകും. എഗെയിൻ ആര്യൻ തിരിച്ചു കയറിയാൽ ആര്യന് വീണ്ടും ആ ഒരു ഗ്രാഫ് ഉയരും. ഉറപ്പായിട്ടും ആര്യനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാകും. സോ ഞാൻ ഈ പറയുന്നത് ബിഗ് ബോസിലെ റിയൽ പ്രേക്ഷകരെ കുറിച്ചാണ്. ഈ PR-ഉം ആർമി എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി അവര് ഇന്ന് തോന്നുക ഓക്കെ നമ്മൾ ഈ ഒരു സീസൺ മുഴുവൻ ഇന്ന ആളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. അവര് എന്ത് ചെയ്യുന്നു ചിലപ്പോൾ ഇവർ അറിയുന്ന കൂടി കാണത്തില്ല. എല്ലാ ദിവസവും അവരിങ്ങനെ PR-ന്റെ പേരിലും പറഞ്ഞ് വോട്ട് പിടിക്കുകയായിരിക്കും. ഞാൻ അനുമോളെ മാത്രമായിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞല്ല. അനുമോൾക്ക് PR ഉണ്ടെന്നൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട്. അനുമോൾക്ക് PR ഉണ്ട്. അനുമോൾക്ക് മാത്രമല്ല എല്ലാവർക്കും PR ഉണ്ട്. നമുക്ക് വല്ലതൊക്കെ തരുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ കുറച്ച് ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടും. നമുക്ക് കാശ് കിട്ടിയിട്ടല്ല കാര്യം, നമുക്ക് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് മതി. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സീരിയൽ ഗ്രാൻഡ്മ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്കറിയാം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു അനുമോളെ കുറിച്ച് നെഗറ്റീവ് ഒരു വീഡിയോ പറയുകയാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് തന്നെ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ടും ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഈ സീസൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചധികം ഫീൽ ഗുഡ് ആയി മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് ഭയങ്കര വെറുപ്പിക്കലാണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഇപ്പം ഷാനവാസും അനുമോളും ഒക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടുപേരും വളരെ ഫണ്ണായിട്ട് പിന്നെ സംസാരിക്കും. പക്ഷെ പുറത്താണെങ്കിലോ ഷാനവാസിന്റെ ഫാൻസ് അനുമോളെ ചീത്ത പറയുന്നു, അനുമോളെ ഫാൻസ് ഷാനവാസിനെ ചീത്ത പറയുന്നു, അനീഷിന്റെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. അനീഷിന്റെയും ഈ പറഞ്ഞ PR ഒക്കെ ഭയങ്കര ബോറാണ്. അനീഷിന്റെ പേജുകളിലൊക്കെ ഈ അനീഷിന്റെ പേരും പറഞ്ഞ് കുറെ പേജുകളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഫൈലുകളും ഉണ്ട്. എല്ലാത്തിനകത്തും മോശമായിട്ടുള്ള പല കാര്യങ്ങളും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് എഴുതി കാണുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ അങ്ങേയറ്റം എതിർപ്പ് തോന്നുന്ന ഒരു വ്യക്തികള് അതിനകത്ത് എനിക്ക് തോന്നുന്നു മസ്താനിയും അപ്പാനിയും അക്ബറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. മസ്താനി ആദ്യത്തെ 2 ആഴ്ചക്കകത്ത് അവർ പുറത്തു പോയല്ലോ. ബാക്കി എല്ലാവരും നല്ല ടൈപ്പാണ്. ഇപ്പൊ ഈവൻ ആദില, നൂറ, ലക്ഷ്മി ഇവരുടെ ഇടയിൽ പോലും അത്ര വലിയ വൃത്തികെട്ട വഴക്കൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ ലക്ഷ്മിയോട് അക്ബറിനും ഷാനവാസിനും ഒക്കെ ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട്. പോകെ പോകെ അതും മാറുമായിരിക്കും. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായവും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.